ദൈവമേ എന്നാണ് SLC റിസൾട്ട് വരുന്നത്. എന്താവുമോ ബാക്കി നിട്ടോ SSLC പരീക്ഷ പോലെ ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. റിസൾട്ട് വന്നാ ഭഗവാനെ ജയിക്കണേ, എന്തായാലും ജയിക്കണേ. ചേച്ചിയേട്ടാ എത്ര പ്ലസ്? ഫുൾ A+. എന്തിനാ നീ തോറ്റാ? ജയിച്ചിട്ട ജയിച്ച മാത്രമല്ല ഫുൾ A+ കിട്ടി ഇവര്. ഫുൾ A+? എനിക്ക് നിന്നെ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് നിന്നെ പഠിപ്പിക്കാനും താല്പര്യമില്ല. അതുകൊണ്ടാ ഗീത ചേച്ചി അവിടെ കുറച്ച് പോച്ചുണ്ട്, ആ ചെന്ന് ചെത്ത്. നീ ഇപ്പഴേ അധ്വാനിച്ച് തുടങ്ങിയാലേ 20 വയസ്സാകുമ്പോ നിന്റെ ജീവിതം ഒന്ന് സെറ്റ് ആവും. ജോലി ചെയ്യാൻ നോക്ക്. പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പഠിത്തത്തിന് ഒരു വിലയും ഇല്ല. ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ അനിയൻ അവനെ തുടർന്ന് പഠിപ്പിക്കായിരുന്നു. ഇവിടെ ചുമ്മാ ഇരിക്കല, അവന് ഇത്തിരി വെള്ളം കൊണ്ട് കൊടു. വെള്ളം കുടിച്ചോളാൻ വിചാരിച്ചു. നീ പഠിക്കും മോനെ. എനിക്ക് താല്പര്യമായിട്ടാണ് കേട്ടാ. അച്ഛൻ വിടണ്ടേ? അച്ഛനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. നീ എന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയ. എനിക്ക് പഠിക്കാൻ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഈ അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ എന്നെ അച്ഛൻ പഠിപ്പിക്കാനും വിട്ടില്ല. വെള്ളം കൊടുത്തു വിട്ടിട്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെറുക്കനെടുത്ത് പറയുന്ന? ഞാൻ അവനെ പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കില്ല. ഇത് എന്റെ അവസാന തീരുമാനമാണ്. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. മര്യാദക്ക് കയറിപ്പോടാ, അവളവിടെ ചെത്തട്ടെ. ചെറുക്കനെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ പഠിക്കാൻ വിടൂല. ചെറുക്കൻ്റെ അടുത്ത് വെള്ളം കൊടുത്തുവിട്ടാ എന്നെ അടിക്കണം. അച്ഛൻ നിന്ന് നിനക്ക് എന്ത് വേണം? അവനെ പഠിപ്പിക്കാൻ വിട്ടേ പറ്റൂ. അച്ഛന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അച്ഛന് ഈ ഒരു ജോലി കിട്ടി. അതുകൊണ്ട് നമ്മുടെ കുടുംബം ഇങ്ങനെ ആയിപ്പോയി. അച്ഛൻ വേറെ ഒന്നും ചിന്തിക്കേണ്ട, അച്ഛന്റെ ജീവിതം തന്നെ എടുത്താൽ മതി. വിദ്യാഭ്യാസത്തിന്റെ കുറവ് മനസ്സിലാവും മോനെ. അത് പഠിത്തത്തിന് വലിയ വില ഉണ്ട് അച്ഛാ, അത് നമുക്ക് പിന്നീട് മനസ്സിലാവും. അച്ഛൻ ഇങ്ങനെ അവന്റെ ജീവിതം വെച്ച് കളിക്കല്ലേ അച്ഛാ. അച്ഛാ ചൂട് കുറച്ചൊക്കെ ഇരിക്കും. മോൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പഠിത്തത്തിന് വലിയ വിലയുണ്ട്. നാളെ തന്നെ നമുക്ക് അച്ഛൻ സെന്ററിൽ പോയി കാര്യങ്ങളെല്ലാം ചെയ്യാം. അച്ഛനെ കാണുന്നില്ലല്ലേ? മോൻ പഠിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ അച്ഛന് മനസ്സിലായി.